നമുക്കിത് കുറച്ച് നത്തോലി ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചൂടേന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് കേട്ടോ ഈ സാധനം കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് വെച്ചിട്ട് ഒരു മീൻ പീര ഉണ്ടാക്കി എടുക്കാൻ. അപ്പോൾ ഞാനിത് മീൻ പീര ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മുള്ളിങ്ങനെ എടുത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്, അല്ലാതെ മുള്ളോട് ഇട്ട് എടുക്കത്തില്ല. ശരിക്കും എൻ്റെ വീട്ടിൽ ഇത് മുള്ളോടൊക്കെ ഇട്ടാണ് വെക്കുന്നത് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അമ്മ ഇങ്ങനെ വെക്കുന്നത് കണ്ടുള്ളത്. കാരണം അവിടെ ആർക്കും ഇതിൻ്റെ മുള്ള് കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മുള്ളൊക്കെ ഒരു വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പീര വെക്കാനൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞ മാങ്ങയും കുറച്ചധികം പച്ചമുളകും കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് അധികം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ മുളക് പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കുരുമുളക് പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല, എനിക്ക് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രം. പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും പൊടി ഐറ്റംസ് ആയിട്ട് മഞ്ഞൾപ്പൊടി നമ്മുടെ മല്ലിപ്പൊടി മാത്രമാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു മണമൊക്കെ വരുന്നുണ്ടായിരിക്കേ. അപ്പോൾ അതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ ചൂട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചൂട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് പതുകി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കേട്ടോ, നമ്മൾ കൈവെള്ളം ഒഴിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ശകലം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കണം, ഇല്ല ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും കേട്ടോ. അപ്പോൾ ഇളക്കുമ്പോൾ നമ്മളൊരു തടി കൊണ്ടുള്ള തവി വല്ലതും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഒരുപാട് പൊടിഞ്ഞു പോവില്ല മീൻ കേട്ടോ, കുഴകുഴാന്നായി പോവില്ലേ. എന്നിട്ട് നമുക്കിങ്ങനെ ചിക്കി എന്തായാലും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ രസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ലഞ്ചിന് ഇത്രയൊക്കെയുള്ളൂ. ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.